ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെയും ആ മനുഷ്യൻ്റെ വരണ്ട കൈ കർത്താവ് സൗഖ്യമാക്കുന്നതിനെയും കുറിച്ച് വായിക്കുന്നുണ്ട്. ഒരു വരണ്ട കൈയുള്ള മനുഷ്യൻ, അവൻ ദേവാലയത്തിൽ ചെന്നു, അവൻ പള്ളിയിൽ ചെന്നു എന്നാണ് നമ്മുടെ വായിക്കുന്നത്. അവൻ്റെ വരൾച്ചയുള്ള കൈയുമായി അവൻ ആ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. എന്നാൽ ആ വരണ്ട അവസ്ഥയിലിരുന്ന ആ മനുഷ്യനെ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകൾ കണ്ടുപിടിച്ചു. യെരുശലേം ദേവാലയത്തിൽ ഒരുപാട് ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒരു സർവീസിൽ തന്നെ കടന്നു വരുന്നത്. അതുപോലെ ആൾക്കൂട്ടം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വരൾച്ചയുള്ള കൈയോടുകൂടി വന്നിരുന്ന ഒരു വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ ദൃഷ്ടി പതിഞ്ഞു. ഇവിടെ നാം വായിക്കുന്നുണ്ട്, അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു, അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവർ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. അവൻ കൈ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ഹല്ലേലൂയ. വരണ്ട കൈയുള്ള മനുഷ്യൻ, ആ മനുഷ്യന് വന്നത് ദേവാലയത്തിലേക്കാണ്. എന്നാൽ അവൻ വന്ന ദേവാലയത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. യേശു ക്രിസ്തു കടന്നു വരുന്ന ഒരു സ്ഥലത്തേക്കാണ് അവൻ കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നാം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വരൾച്ചകളാണ് നാം അനുഭവിക്കുന്നത്. ഇവിടെ ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ, നാം യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് എന്തെങ്കിലും അംഗവൈകല്യമുള്ളവരോ അല്ലെങ്കിൽ ചുണങ്ങ് ബാധിച്ചവർ, ഇങ്ങനെ കൈ ചുരുണ്ടുപോയവർ, അല്ലെങ്കിൽ മുടന്തൻ, കണ്ണ് കാഴ്ചയില്ലാത്തവൻ, കുരുടൻ, കേൾവി ചെകിടൻ, ഇങ്ങനെയുള്ളവരൊന്നും ദൈവാലയത്തിലെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് അനുവാദമില്ല. അവർക്ക് ആ പ്രാകാരത്തിൽ പുറമേയുള്ളതായ സ്ഥലത്ത്, അതേ കുറവുകൾ ഉള്ളവർക്ക് വന്ന് നിൽക്കാവുന്ന ഒരു സ്ഥലമുണ്ട് ദേവാലയത്തിന് പുറത്ത്. അവിടെ മാത്രമേ അവർക്ക് വന്ന് നിൽക്കുവാൻ അവകാശമുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ വന്നത്. നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കണ്ണ് കാണാൻ വയ്യ, അല്ലെങ്കിൽ കാലുകൊണ്ട് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ നമുക്ക് ഒരു മുടന്തുണ്ട്, ഏതെങ്കിലും രീതിയിലുള്ളതായ ഒരു വൈകല്യം നമുക്കുണ്ടെങ്കിൽ, നാം ആളുകൾ കൂടുന്ന സ്ഥലത്ത്, ഒരുപാട് പേർ കൂടി വരുന്ന ഒരു സ്ഥലത്തേക്ക് പോകുവാൻ മടിക്കും. അവരുടെ എല്ലാം മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ നമുക്ക് വളരെ അപമാനഭാരമുണ്ടാകും. അവരുടെ എല്ലാം മുൻപിൽ നാം ചെറുതായി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ നാം അവിടേക്ക് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയില്ല. എന്നാൽ ഈ മനുഷ്യൻ, അവൻ ആ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. ആയിരക്കണക്കിന് ആളുകൾ കടന്നു വരുന്ന ദേവാലയത്തിൽ അവൻ അറിയാമായിരുന്നു, പ്രധാനപ്പെട്ട ആളുകൾ നിൽക്കുന്നതായ, കുറവുകളൊന്നുമില്ലാത്തവർ കടന്നു ചെല്ലുന്നതായ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാൻ തനിക്ക് അവകാശമില്ല. എങ്കിലും പ്രാകാരത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും തൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതായ ആഗ്രഹത്തോടുകൂടി, തൻ്റെ കുറവുകളോട് കൂടി അവൻ ആ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരൾച്ചകൾ വരുമ്പോൾ, നാം ഇങ്ങനെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നവരാണോ? നാം സഭയിലേക്ക് കടന്നു ചെന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കൊതിക്കുന്നവരാണോ? നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ, ഇവിടെ ഈ മനുഷ്യൻ്റെ വരൾച്ച എന്ന് പറയുന്നത് അവൻ്റെ കൈ വരണ്ടുപോയിരുന്നു എന്നാണ് നമ്മുടെ വായിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് വരൾച്ചയുള്ളത്? ഒരു പക്ഷേ വിവാഹ ജീവിതം, വളരെ കൊതിയോടെ പ്രവേശിച്ചതായ ഒരു വിവാഹ ജീവിതം, എന്നാൽ ആ വിവാഹ ജീവിതത്തിൽ വരൾച്ച അനുഭവപ്പെടുന്നവരുണ്ട്. വളരെ കാലമായി വിവാഹം കഴിഞ്ഞിട്ട് എന്നാൽ ഒരു കുഞ്ഞിനെ ലഭിക്കാതെ അതിൽ വരൾച്ച അനുഭവിക്കുന്നവരുണ്ട്. ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാത്തതുകൊണ്ട് മച്ചി എന്ന് മറ്റുള്ളവരുടെ നിന്ദാസ്വരം കേൾക്കുമ്പോൾ ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും എല്ലാം വരൾച്ച അനുഭവിക്കുന്നവരുണ്ട്. ഇങ്ങനെ വരൾച്ചയുള്ളതായ ജീവിതം മാത്രമല്ല, ജീവിതത്തിൽ പണത്തിൻ്റെ കുറവുകൾ ഉള്ളതുകൊണ്ട്, പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, 4 പേർ കൂടുന്നിടത്ത് മാന്യമായി കടന്നു പോകാൻ, മാന്യതയോടെ ജീവിക്കുവാൻ മാർഗമില്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ വരൾച്ച അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. നല്ല വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ വരൾച്ച അനുഭവിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്നിരിക്കാം, ഇളയവരുടെ പഠനത്തിനും അവരുടെ സൗകര്യത്തിനും വേണ്ടി സ്വന്തം ജീവിതം ബലികഴിച്ച മൂത്ത സഹോദരങ്ങളുണ്ടായിരിക്കാം. അവരുടെ ജീവിതം ഒരുപക്ഷെ മാന്യതയില്ലാത്തതായി പോയി. അവർക്ക് വേണമെങ്കിൽ പഠിക്കാമായിരുന്നു, നന്നായി പഠിക്കുന്നവരായിരുന്നു, പക്ഷെ പഠിക്കുവാൻ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ ഇളയവർക്ക് വേണ്ടി തൻ്റെ ജീവിതം അവർ ഒഴിഞ്ഞു വെച്ചു.
ജോലിക്ക് പോവുകയും അവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്തവർ. എന്നാൽ വളർന്നു വലുതായപ്പോൾ സഹോദരങ്ങൾ വലിയ അഭിവൃദ്ധിയിലേക്ക് കടന്നുപോയി, തൻ്റെ ജീവിതം വരൾച്ചയിലേക്ക് കടന്നുപോയി. ജീവിതത്തിൽ ഇങ്ങനെ പലതരം സാഹചര്യങ്ങളിൽ ശൂന്യമായ അനുഭവങ്ങൾ നേരിടുന്നവർ, ഇങ്ങനെയുള്ളവർ, അതെ, ഇങ്ങനെ പലതരത്തിലുള്ളതായ വരൾച്ചകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നാം കടന്നു വന്നതായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഇവിടെ പറയുന്ന ഈ മനുഷ്യനെ പോലെ പുറമേ ഉള്ളതായ നമ്മുടെ കൈ വരണ്ടു പോയിട്ടുണ്ടായിരിക്കുകയില്ല, പുറമേ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചക്കുറവ് ഉണ്ടായിരിക്കുകയില്ല, പുറമേ ഉള്ളതായ നമ്മുടെ കാലുകൾക്ക് ബലക്ഷയം ഉണ്ടായിരിക്കുകയില്ല, പുറമേ ഉള്ളതായ നമ്മുടെ ചെവികൾക്ക് കേൾവിക്കുറവ് ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ എങ്കിലും പല രീതിയിൽ ആത്മീയമായും ഭൗതികമായും നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരൾച്ചകൾ നേരിടുന്ന അനേകർ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. പല പെൺകുട്ടികളും എൻ്റെ അടുത്ത് വന്ന് പല സങ്കടങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു, വളരെ പ്രതീക്ഷയോടെ കടന്നു ചെന്നു, എന്നാൽ ഭർതൃഗ്രഹത്തിൽ വളരെയേറെ വരൾച്ചകൾ നേരിടുന്നവർ. ഭർത്താവ് ഒരുപക്ഷെ ജോലി സംബന്ധമായി പുറത്തോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തോ മറ്റോ ജോലി ചെയ്യുകയാണ്. എന്നാൽ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതായ കുടുംബത്തിൽ ഇൻലോസിൽ നിന്ന് വരുന്നതായ വളരെ ബുദ്ധിമുട്ടുകളും നേരിടുന്ന പെൺകുട്ടികൾ, ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നതായ വളരെ മനോഹരമായ ഒരു കാര്യം, സന്തോഷം നൽകുന്നതായ ഒരു കാര്യം, ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. അവിടെ യേശു വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒന്നുമല്ല അവൻ കടന്നു വന്നത്. അവിടെ ചെന്നാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടുമല്ല അവൻ കടന്നു വന്നത്. എന്നാൽ തൻ്റെ കുറവുകളോടുകൂടി അവൻ ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നതായ ആ ദേവാലയത്തിൻ്റെ പ്രാകാരത്തിൽ അവൻ അവിടെ കാത്തുനിന്നു, തൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് കാത്തുനിന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം അവൻ്റെ കണ്ണുനീര് കണ്ടു, അവൻ്റെ കുറവുകളെ കണ്ടു. പ്രിയപ്പെട്ട ദൈവവേദരെ, പ്രിയപ്പെട്ട സഹോദര, പ്രിയ സഹോദരി, നിന്റെ കുറവുകൾ കാണുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതെ, എത്രയധികം ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സദസ്സാണെങ്കിലും അവരുടെ എല്ലാം ഇടയിലൂടെ നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം വായിച്ചെറിഞ്ഞ് നിന്റെ അരികിലേക്ക് കടന്നു വരുന്ന നല്ലവനായ യേശു ഇന്നും ജീവിക്കുന്നു. നിന്റെ ഹൃദയ നൊമ്പരങ്ങൾ അറിഞ്ഞ്, നിന്റെ ജീവിതത്തിലെ ആവശ്യ ഭാരങ്ങൾ അറിഞ്ഞ് നിന്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന, നിന്റെ ആത്മീയമായ വിഷയങ്ങൾ മാത്രമല്ല ഭൗതികമായ വിഷയങ്ങളിലും കരമെടുത്തു വെക്കുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. ഇവിടെ ഈ മനുഷ്യന് ആവശ്യം അവൻ്റെ വരണ്ടുപോയ കൈ, ചുരുണ്ടുപോയ കൈ നിവരുക എന്നുള്ളതായിരുന്നു. ശബ്ദത്തിൽ അത് ചെയ്യുമോ എന്ന് കാണുവാൻ യഹൂദന്മാർ നോക്കിയിരുന്നു. എന്നാൽ കർത്താവ് ആരെയും നോക്കിയില്ല, മറ്റാരുടെയും മുഖഭാവം ശ്രദ്ധിച്ചില്ല. ആവശ്യക്കാരൻ്റെ മുൻപിൽ കരളലിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ആവശ്യക്കാരൻ്റെ മുൻപിൽ മനസ്സലിയുന്നവനാണ് നമ്മുടെ കർത്താവ്. കരയുന്നവൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ആവശ്യക്കാരനായി കടന്നു വന്ന ആ വരണ്ട കൈയുള്ള മനുഷ്യനെ അവരുടെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി കൈ നീട്ടുക എന്ന് അവനോട് പറഞ്ഞു. അവൻ കൈ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വരൾച്ച അനുഭവിക്കുന്നവരാണോ? വിവിധങ്ങളായ രീതിയിൽ, പലതരത്തിലുള്ളതായ രീതിയിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരാണോ? കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കുന്നവരാണോ? ജീവിതത്തിലെ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണോ? ജീവിതത്തിൻ്റെ പല മേഖലകളിലും, സാമ്പത്തിക മേഖലകളിലും, ആരോഗ്യത്തിൻ്റെ മേഖലകളിലും എല്ലാം വരൾച്ച അനുഭവിക്കുന്നവരാണോ? എന്നാൽ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരൂ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ വരൾച്ച മാറ്റുവാൻ മതിയായ ദൈവമാണ്. ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. യേശു ക്രിസ്തു ഉള്ളിടത്തേക്ക് കടന്നു വന്നാൽ, യേശുവിൻ്റെ വചനം ഉള്ളിടത്തേക്ക് കടന്നു വന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിർമ്മലമായ വചനം കേട്ടാൽ ആ വചനം നമ്മുടെ വരൾച്ചകളെ മാറ്റുവാൻ മതിയായതാണ്. അതെ, ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങൾ മാറി കിട്ടുമോ ഇല്ലയോ എന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മുടെ ആവശ്യമെങ്കിൽ കർത്താവ് അത് മാറ്റി തരിക തന്നെ ചെയ്യും. ഒരു രോഗസൗഖ്യം നമുക്ക് ആവശ്യമെങ്കിൽ കർത്താവ് അത് ചെയ്തു തരിക തന്നെ ചെയ്യും. സാമ്പത്തികമായ ഒരു നന്മ നമുക്ക് ആവശ്യമെങ്കിൽ കർത്താവ് അത് ചെയ്തു തരിക തന്നെ ചെയ്യും. അത് ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നത് മൂലം, അതെ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് വരുവാനുള്ള തേജസ്സിന് വേണ്ടി കാത്തിരിക്കുവാൻ പ്രത്യാശയുടെ ഒരു ഹൃദയം നമ്മുടെ കർത്താവ് നമുക്ക് ദാനമായി നൽകും. നിന്റെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുന്ന, നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത നല്ലവനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തു നിന്നെ വിളിക്കുന്നു. കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരിക. അവൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.